നിങ്ങൾക്ക് അവകാശപ്പെട്ട നന്മകളെ ദൈവം തന്നെ നിങ്ങളുടെ കയ്യിൽ തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവകാശങ്ങൾ ആർക്കും കൈവശപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് അരുളി ചെയ്തു, നീയും മിസ്രൈമിൽ നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെടുക. നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കുമെന്ന് അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത, സത്യം ചെയ്ത, പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നിങ്ങൾ പോകുവിൻ. ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ മുൻപോട്ട് പോകുവിൻ. സീനായി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ നിൽക്കുന്നവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്കിനിയും ദൂരയാത്രയുണ്ട്, നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ അബ്രഹാമിനോട് സത്യം ചെയ്ത കനാൻ, അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ മുൻപോട്ട് പോകുവിൻ. ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ മുൻപിൽ അയക്കും. കനാന്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ, അമോര്യൻ എന്നീ ശക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് അവർ യാത്ര തിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ദൂതനെ മുൻപിൽ അയക്കും. നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കൈവശമാക്കി തരുവാൻ എൻ്റെ ദൂതൻ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകും. ഇന്നത് ചില ശക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. തരില്ല എന്ന് വാദിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. പ്രിയപ്പെട്ടവരെ, മിസ്രൈമിൽ നിന്നും കനാനിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര, അത് പുതിയ നിയമ ഇസ്രായേലിൻ്റെ നിഴലാണ്. നാം എല്ലാവരും വാഗ്ദത്ത കനാനിലേക്ക്, നിത്യതയിലേക്ക് യാത്ര ചെയ്യുകയാണ്. യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. സമാധാനം, സന്തോഷം, പ്രത്യാശ, സൗഖ്യം, ജീവൻ, ഇതൊക്കെ ദൈവം കഷ്ടപ്പെട്ട് നമുക്ക് തന്നതാണ്. ഇന്ന് പകൽ അത് നിങ്ങൾ അനുഭവിക്കുകയില്ല എന്ന് വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ മുൻപിൽ അയക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ കരങ്ങളിൽ എത്താൻ പോവുകയാണ്. അത് സൗഖ്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, പ്രത്യാശയാണ്, ജീവനാണ്. അതിനെ ഒന്നും തടയുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.